ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണോ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നലത്തെ കറങ്ങൽ ട്രിപ്പ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇന്നലെ ഫുഡ് അടി ആയിരുന്നു മെയിനായിട്ട്. ഇന്ന് രാവിലെ നമ്മൾ പോകാമെന്നാണ് വിചാരിച്ചത്. പ്ലാൻ പിന്നെ മാറ്റി, രാവിലെ ഇത്ര നേരത്തെ പോകണ്ട, വൈകുന്നേരം പോവാം. അപ്പോൾ അതുവരെ നമുക്ക് ട്രാവൽ ചെയ്യാമല്ലോ, കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. കൊച്ചിക്ക് വന്നിട്ട് പോട്ടെ, ഞങ്ങൾ മെട്രോയിലേ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് എന്തായാലും മെട്രോയിൽ കയറണ്ടെന്ന് വെച്ചിട്ട് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ അതേ ചീഞ്ഞ ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്. കുറച്ചടുത്താണ് മെട്രോ എന്ന് പറഞ്ഞത്, ലുലു മാളാണ് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. അവിടെ നിന്ന് നമ്മൾ നടന്നു പോയിട്ടോ കൊച്ചി മെട്രോ കയറാൻ വേണ്ടിയിട്ട്. 5 സ്റ്റോപ്പ് അപ്പുറത്തേക്കാണ് നമ്മൾ ഇറങ്ങണേ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുക്കുമ്പോൾ ഇതോ നമ്മൾ ജാമോൻ്റെ കാലത്തിൽ നിന്ന് വന്ന പോലെ ആയിരുന്നു ഗൈസ്. കാരണം നമ്മൾ മാത്രമല്ലല്ലോന്ന് തോന്നുന്നു അതിൽ കയറാത്തത്. ടിക്കറ്റ് എടുത്ത് മറ്റേ ടിക്കറ്റിലാണ് കാണുന്ന QR കോഡില്ല, അതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിട്ടോ. മെട്രോ കൊച്ചി ഗൈസ്. അപ്പോൾ ട്രെയിൻ എത്രയേക്കാളും മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുന്ന് പോവാം, നല്ല സുഖിച്ചൊക്കെ പോവാമെന്ന്. ഞങ്ങൾ നോക്കിയപ്പോൾ ഒടുക്കത്തെ തിരക്കായിരുന്നു. നമ്മൾ വന്നതിൻ്റെ ടൈമിൻ്റെ ആണെന്ന് അറിയില്ല കേട്ടോ, അതാട്ടോ എന്നെ നോക്കിച്ചിരിക്കണം. ഞാൻ പറയണ്ടായിരുന്നു കാല് കുത്താൻ സ്ഥലം കിട്ടിയാ ഭാഗ്യെന്നൊക്കെ. അങ്ങനെ നമ്മുടെ ആ ഒരു ആഗ്രഹവും കഴിഞ്ഞ് മെട്രോയിൽ നമുക്ക് കയറാൻ പറ്റി. ഇനി ഇറങ്ങാൻ മാത്രമല്ലല്ലോ, അതേപോലെ കയറി തിരിച്ച് പോകണ്ടേ. അപ്പോൾ പോണ വഴി ഈ സ്റ്റേഷനിൽ നമുക്ക് ബാഗ് സ്കാൻ ചെയ്യേണ്ട ഒരു ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. എന്നെ ആണെങ്കിൽ കുഞ്ഞൊരു ബാഗ് അവിടെ അങ്ങനെ സ്ട്രക്കായിട്ടിരിക്കുന്നത്, ഞാൻ തള്ളി വിട്ടത് അങ്ങോട്ട്. ഇനി നമുക്ക് റിട്ടേൺ പോകണം ഗൈസ്. ഈ ബാഗ് റബ്ബർ തട്ടി അവിടെ ഇരിക്കുന്നു, ഞാൻ പോയി പെറുക്കിയെടുത്ത്. യാതൊരു തരത്തിലുള്ള ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ മെട്രോയിൽ പോകുമ്പോൾ. പിന്നെ നമ്മൾ കാർ എടുത്തിട്ട് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വിട്ടു. നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടിട്ട് എന്തായാലും മനസ്സിലാവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. ഇവിടെ നിന്ന് നേരെ എന്താ പറയുക വാട്ടർ മെട്രോ ഉണ്ട്. നമ്മൾ മറ്റേ സ്ഥലത്ത് ഇവിടെ നിന്ന് അങ്ങനെ നേരെ പോയതിനാലാണ് വാട്ടർ മെട്രോ. പിന്നെ പർച്ചേസിനൊക്കെ സ്ട്രീറ്റുകൾക്കൊക്കെ ആ വഴിയൊക്കെ പോയതിന് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ മെട്രോ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിക്കേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര ടയേർഡാവുന്നുള്ളതുകൊണ്ട് നമ്മൾ കാർ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഇതേ ഒരു ഐസ് ടീയും കോൾഡ് കോഫി കഴിച്ചിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഭംഗിയുള്ളൊരു റെസ്റ്റോറൻ്റ് കേട്ടോ. ഭയങ്കര ഹൈപ്പുള്ളൊരു സാധനമായിരുന്നു കേട്ടോ ഈ കോൾഡ് കോഫി. കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്തോട്ടോ. ഷുഗർ ഉള്ളവർക്ക് മിക്കവർക്കും കിട്ടുന്ന ഒരു വാണിങ് അത്. പിന്നെ ഇവരും കുടിച്ച് നോക്കിയപ്പോൾ നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ സ്ട്രീറ്റൊക്കെ പോയി ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടത്താറുള്ളൂ. പക്ഷെ ഇതുവരെ കയറിയിട്ടില്ലല്ലോ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. ഈ ഡ്രസ്സുകളുടെ റേറ്റൊക്കെ കണ്ട എൻ്റെ ദൈവം നമുക്ക് തോന്നിപ്പോവും കഴുത്തറപ്പനാണോ ഈ ഫോർട്ട് കൊച്ചി എന്നത്. കാരണം അവിടെ 2000 രൂപയൊക്കെ, 2000 ഏറ്റവും മിനിമം കേട്ടോ, 4000 രൂപ 3000 രൂപയൊക്കെ ആയിരുന്നു ഒരു ഡ്രസ്സിന്. പിന്നെ നമ്മൾ മാങ്ങയൊക്കെ മേടിച്ചിട്ട് ആ സൈഡിലത്തെ എവിടെ നിന്ന് ഫുട്പാത്തിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് കിട്ടും ഒരു 550 രൂപയ്ക്ക്. ഈ ഒരു അടിപൊളി ഡ്രസ്സ് ജിഷബാബിക്ക് എടുത്തതുകൊണ്ട് ജിഷബാബി ഇതേ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ കളറിൽ ഒരൊറ്റ പീസുള്ളൂ, അത് കാരണം എനിക്ക് മാത്രം കിട്ടി. ഞാൻ ഈ പറയണതൊക്കെ ഫോണിൽ റെക്കോർഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ എനിക്ക് മനസ്സിലായത് റെക്കോർഡ് ആവണമെന്ന്. പക്ഷെ ഞാൻ അടുത്ത് വന്ന് സംസാരിച്ചൊക്കെ കുറച്ച് കേട്ടുട്ടാ. പക്ഷേ കിട്ടിയില്ല, സൈസ് ഇല്ല, കളർ പച്ചനെ അല്ല ഒരു പീസുള്ളതിന്. അത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാട്ടാ. ഓക്കെ.
ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മൾ നേരത്തെ പുറത്ത് മഞ്ഞ കളർ ഒരു വോള് കണ്ടില്ലേ, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. അവിടെ ആട്ടോ. അതിൻ്റെ ഉള്ളിൽ ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ്, കാരണം ഫോറിനേഴ്സിനൊക്കെ നടത്താൻ പറ്റുന്ന സ്റ്റേ ആട്ടോ. അപ്പോൾ ജിഷ മാം എൻ്റെ അടുത്ത് പറഞ്ഞ് പപ്പടത്തിന് മേലെ അച്ചാറ് കൂട്ടി കഴിച്ച് നോക്കുമെന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നല്ല ഫ്രഷ് പപ്പടമായിരുന്നു കേട്ടോ. ഒരു മീൽസിൻ്റെ കോമ്പോന് അവിടെ വരുന്നത് 1000 സംതിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത് 3 പേർക്ക് കഴിക്കായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിഷിൻ്റെ ഒരുവിധത്തെ ഐറ്റംസ് എല്ലാം ആ ചട്ടിച്ചോറിൽ കവർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വയറൊക്കെ പൊട്ടി നമ്മൾ തിരിച്ച് സെറ്റിലെത്തി. അവിടെ നമ്മൾ നേരെ തൃശ്ശൂർ വീട്ടിലോട്ട് പോവാട്ടോ. അങ്ങനെ ബൈ ടു കൊച്ചി. ഈ കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.